ചിത്രത്തിൻ്റെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയായതും വിക്രമിൻ്റെ ഫ്രണ്ട്സ് വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേദയോട് പറയുന്നുണ്ട്, മാഡം നിങ്ങൾ വിക്രമിൻ്റെ തലവഴി തണുത്ത വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ വിക്രമിനിപ്പോൾ നല്ല പനിയും ചുമയുമുണ്ട്. വളരെ കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അവൻ വരുന്നില്ല, അവൻ എവിടേക്കുമില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. നല്ല പനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മാത്രമേ മാറത്തുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വരാതെ അത് ചെയ്യൂ. വിക്രമിൻ്റെ അടുത്ത് ഇപ്പോൾ ആരുമില്ലല്ലോ, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇല്ല മാഡം, ഞങ്ങൾ അവൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇത്രയും നേരം, പക്ഷേ അവൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല. എന്തായാലും ഇത്രയും പനി ഉണ്ടാകുമ്പോൾ ഈ രാത്രി അവനെ തനിച്ച് കിടത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അവനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ, മാഡം ഉണ്ടല്ലോ അവനെ ശ്രദ്ധിക്കാൻ എന്ന് ചോദിക്കുന്നു. ഒന്നും മടിച്ചിട്ടാണെങ്കിലും വേദ പറയുന്നുണ്ട്, ശരി കൊണ്ടുവന്നോളൂ. ഇത് കേട്ടതും സന്തോഷത്തോടെ വിക്രമിൻ്റെ ഫ്രണ്ട്സ് വേഗം അവിടെ നിന്നും പോകുന്നുണ്ട്. ഉടനെ തന്നെ വേദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇനി അവൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും വരുമല്ലോ, അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വിക്രമിന് പനിയൊന്നുമില്ല. വിക്രമിൻ്റെ ഒരു അടവ് തന്നെയായിരുന്നു ഇത്. വേദയുടെ റൂമിൽ കയറിപ്പറ്റാനുള്ള വിക്രമിൻ്റെ ഒരു തന്ത്രമായിരുന്നു. വിക്രമാണെങ്കിൽ പനിച്ച് വിറയ്ക്കുന്നത് പോലെ അഭിനയിച്ച് തലവഴി ഒരു മുണ്ടൊക്കെ ഇട്ട് നന്നായി ചുമച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദ വേഗം തന്നെ പുറത്തേക്ക് വന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, നിനക്കിത് എന്തു പറ്റി? നീ തനിയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ ഫ്രണ്ട്സ് എവിടെയെന്ന് ചോദിക്കുന്നു. അവരെല്ലാം പോയി, കൂടെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വിക്രം പറയുമ്പോഴേക്കും വേദ, വാ നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വിക്രമാണെങ്കിൽ നന്നായി അഭിനയിക്കുന്നുണ്ട്. തനിക്ക് തീരെ വയ്യ, നടക്കാൻ പോലും കഴിയുന്നില്ല, ഞാൻ ഇപ്പോൾ വീഴും, എന്നെ പിടിച്ചോ എന്നിങ്ങനെ വേദിയോട് പറയുമ്പോഴേക്കും വേദ ഓടി വന്ന് വിക്രമിനെ താങ്ങി പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചോ കൊണ്ടാണ് അകത്ത് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തുന്നത്. വിക്രമാണെങ്കിൽ സ്വയംബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പനിയെല്ലാം വന്ന് സ്വയംബോധം ഇല്ലാതെ പിച്ചുമ്പയൊക്കെ പറയുന്നത് പോലെ ഒന്ന് അഭിനയിക്കുകയാണ് വിക്രം. ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ പേര് വിളിക്കുന്നു, അച്ഛനെ വിളിക്കുന്നു, കമലാമ്മയെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വേദ പറയുന്നുണ്ട്, വിക്രം അവരാരും ഇവിടെ ഇല്ല, നീ എന്തിനാണ് ഇങ്ങനെ ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്നത്? പുറത്ത് നിൽക്കുന്നവരാരെങ്കിലും കേട്ടാൽ എന്താണ് അവരൊക്കെ വിചാരിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കെന്ന് പറയുന്നുണ്ട്. എന്നാൽ വിക്രം അതൊന്നും കാര്യമാക്കുന്നില്ല. അമ്മ എവിടെയാ? അമ്മ ഇങ്ങോട്ടേ വാ, എൻ്റെ അടുത്തേക്ക് വാ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കൈ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിക്കുന്നുണ്ട്. എന്നാൽ വേദ, എൻ്റെ കൈ വിട് വിക്രം, എൻ്റെ കൈ വിട് എന്ന് പറയുന്നുണ്ട്. അമ്മ എന്നിങ്ങനെ വേദയെ നോക്കിക്കൊണ്ട് വിളിക്കുന്നത് കേട്ടപ്പോൾ വേദ വിചാരിക്കും, എന്നാൽ അമ്മയായി തന്നെ അഭിനയിക്കാമെന്ന്. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, ശരി, എന്നെ നീ നിൻ്റെ അമ്മയായി തന്നെ കരുതിക്കോളൂ, നീ ഒന്നും സമാധാനത്തോടെ ഇരിക്കെ, നിനക്കിപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ഉടനെ വിക്രം പറയുന്നുണ്ട്, എൻ്റെ തല നന്നായി വേദനിക്കുന്നുണ്ട്, ആ ഭാമം നിൻ്റെ തലയിൽ പുരട്ടിത്തരാമോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വേദ ഭാമം എടുക്കുന്നുണ്ട്. എന്നാൽ വിക്രം പെട്ടെന്ന് വേദയുടെ മടിയിലേക്ക് അങ്ങ് തല ചായ്ച്ച് കിടക്കുവാണ്. എന്നിട്ട് വേദയുടെ രണ്ട് കൈകളും പിടിച്ച് വിക്രം പറയുന്നുണ്ട്, ദേ അമ്മേ, എൻ്റെ അടുത്ത് നിന്നും പോവരുത്, ഞാൻ ഉറങ്ങുകയാണ്, എൻ്റെ തലയിൽ ബാമിട്ട് തരണം എന്നിങ്ങനെ വീണ്ടും പറയുന്നുണ്ട്. ശരി, ഞാൻ ബാമിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിൻ്റെ തലയിൽ തടവി കൊടുക്കുന്നുണ്ട്. എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ് വേദ. എന്നാൽ വിക്രമാണെങ്കിൽ വേദയുടെ മുഖത്തേക്ക് തന്നെ ഒരു പുഞ്ചിരിയോട് കൂടി നോക്കിയിരിക്കുന്നു. ഇത് വേദ കാണുന്നില്ല. എന്നാൽ വിക്രം വേദയുടെ ഈ പരിഗണന ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയെല്ലാം അഭിനയിക്കുന്നത്. അല്പസമയം വേദ അങ്ങനെ വിക്രമിൻ്റെ നെറ്റിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം ഇനി കുഴപ്പമില്ലല്ലോ, ഇനി നീ അവിടെ കിടന്ന് ബെഡിൽ കിടന്ന് ഉറങ്ങിക്കോളൂ, ഞാൻ എഴുന്നേൽക്കട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിക്രം വേദയുടെ രണ്ട് കൈകളും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, ഏയ് എന്നെ വിട്ടു പോകാതെ അമ്മേ, എനിക്ക് പേടിയാവുന്നു, എന്നെ വിട്ടു പോവല്ലേ, ഞാൻ ഉറങ്ങുന്നവരെ എന്നോടൊപ്പം ഇരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. നിനക്കൊരു പ്രശ്നം വരത്തില്ല വിക്രം, ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം, നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം, എന്നെ ഞാൻ അങ്ങനെയൊന്നും കൈവിടത്തില്ല. ഇതിനിടയിൽ വിക്രം വേദയുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യമായിട്ടും നീ എന്നെ കൈവിടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കിയിട്ടുണ്ട്, അന്നൊന്നും ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല. ഒരു ദിവസം നിന്റെ കാലിൽ വെടിയേറ്റ് എൻ്റെ വീട്ടിലേക്ക് നീ കയറി വന്നു. അന്ന് വീട്ടിലാർക്കും തന്നെ നിന്നെ ഇഷ്ടമില്ലായിരുന്നു, എനിക്കും ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ടും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയെടുത്തു. ഒരു ഡോക്ടറുടെ സഹായം പോലും ഇല്ലാതെ ഞാൻ നിൻ്റെ മുറിവെല്ലാം വെച്ച് കെട്ടി നിൻ്റെ മുറിവെല്ലാം ഉണക്കിയെടുത്തു. വേദിയുടെ വാക്കുകളൊക്കെ കേട്ട് വിക്രം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അന്ന്
വെടിയേറ്റതും വേദ തന്നെ സംരക്ഷിച്ചതും എല്ലാം വേദയുടെയും വിക്രമിൻ്റെയും മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നുണ്ട് എല്ലാ നിമിഷങ്ങളും. അങ്ങനെ വീണ്ടും വേദ പറയുന്നുണ്ട്, അന്ന് വീട്ടിൽ ആരും അറിയാതെയാണ് ഞാൻ നിന്നെ സംരക്ഷിച്ചത്. അതിനുശേഷം നിന്റെ മുറിവെല്ലാം മാറി നിന്നെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് മാത്രമേ അറിയൂ. അത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്നും നിന്നെ എനിക്ക് രക്ഷിക്കാമെങ്കിൽ ഇത് ഒരു പനിയല്ലേ വിക്രം, ഈ ഒരു പനിയിൽ നിന്നും ഞാൻ നിന്നെ സംരക്ഷിക്കത്തില്ലേ, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കത്തില്ലേ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. എന്നാൽ വേദ ഇതൊക്കെ പറയുമ്പോൾ വിക്രമിൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷം കൊണ്ട് നിറയുവാണ്. വേദ തൻ്റെ കൈകൾ കൊണ്ട് വിക്രമിൻ്റെ മുടിയിലൂടെ ഇങ്ങനെ തലോടുന്നുണ്ട്. കുറേ നേരം അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ വിക്രമിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം വേദയുമായിട്ട് ഒരുപാട് സ്നേഹിച്ചിരുന്ന ഓരോ നിമിഷങ്ങളും വിക്രമിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും വിക്രം ഉറങ്ങിപ്പോകുന്നുണ്ട്. ഇത് കണ്ട് വേദ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വിക്രമിനെ നേരെ കിടത്തി വിക്രമിനെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉറങ്ങിക്കിടക്കുന്ന വിക്രമിനെ വേദ ഇങ്ങനെ ഇമവിട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തതും വിക്രമിൻ്റെ ഫ്രണ്ട്സ് വീട്ടിലെത്തുന്നുണ്ട്. വേദയെ കണ്ടതും അവർ ചോദിക്കുന്നുണ്ട്, അല്ല വിക്രമിൻ്റെ സുഖമൊക്കെ ഭേദമായോ, ഞങ്ങൾ വിക്രമിനെ കാണാനായി വന്നതാണെന്ന് പറയുന്നുണ്ട്. ഉടനെ വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് പോകുന്നു. അല്പസമയം കഴിഞ്ഞതും വിക്രം പുറത്ത് വന്ന് ഫ്രണ്ട്സുമായി സംസാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി എങ്ങനെയുണ്ടായിരുന്നു വിക്രം എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നടന്നു, നീ എൻ്റെ മുത്താടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. ഇത് കണ്ടതും അവൻ പറയുന്നുണ്ട്, നീ എന്താടാ ഈ ചെയ്യുന്നത്, നിനക്ക് ബോധമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്, എൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ കാരണമാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്, അതിൻ്റെ സന്തോഷമാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നു. വിക്രമിൻ്റെ ഫ്രണ്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം ഇന്നലെ രാത്രി എന്നിട്ട് എന്ത് സംഭവിച്ചു പറയടാ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് 7 വർഷത്തിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വേദിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അല്ലടാ വിക്രം, നിന്റെ വേദ ഒരു കളക്ടർ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അല്ല നീ എന്താടാ അങ്ങനെ ചോദിക്കുന്നത്, എൻ്റെ വേദ കളക്ടർ ആണോ എന്ന് നിനക്കെന്താ ഇപ്പോൾ സംശയം തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല ഒരു കളക്ടറായിട്ടും നിൻ്റെ ഈ അഭിനയമൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു ഡൗട്ട് പോലെ നിന്നോട് ചോദിച്ചത്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, ഇല്ലടാ അവൾ അങ്ങനെയാണ്, എൻ്റെ വേദ ഒരു പാവമാണ് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങളിവിടെ സംസാരിക്കുന്നത്, ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, അല്ല ഇന്നലെ രാത്രി എൻ്റെ പനി എത്രമാത്രം പനിയുള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഇവരോട് സംസാരിക്കുകയായിരുന്നു, നീ എന്നോട് ക്ഷമിക്കണം, ഇന്നലെ രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കൊരു ഓർമ്മയുമില്ല, എന്തായാലും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ നന്ദിയൊക്കെ പറയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആർക്കായാലും ഇത്രമാത്രം പനി വന്നാൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ടതും വിക്രം വീണ്ടും അഭിനയിച്ചുകൊണ്ട്, അയ്യോ എനിക്ക് വീണ്ടും പനി വരുന്നത് പോലെ തോന്നുന്നു വേദേ, ഇനി രാത്രി ഇന്നലത്തെ പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഓ അതിനെന്താ, ഇനി ഇന്നലത്തെ രാത്രി പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ടതും വിക്രം ചോദിക്കുന്നുണ്ട്, അതെന്താ വേദേ, ആ ഒരു വിദ്യ എന്താണെന്ന് ചോദിക്കുമ്പോൾ പതിയെ വിക്രമിൻ്റെ അടുത്തേക്ക് വേദ നടന്നു വന്ന് കാലിലൊരു ആഞ്ഞൊരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വിക്രം വേദന കൊണ്ട് പൊളയുവാണ്. വിക്രമിൻ്റെ ഫ്രണ്ട്സിനൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. വേദ പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഉടനെ തന്നെ വിക്രമിൻ്റെ മുഖം കാണുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുന്നുണ്ട്, എന്താടാ ഇവരിങ്ങനെ, നിന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇത് കേട്ട് വിക്രം ചിരിക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും വിജി വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല വിജി ചേച്ചി അവിടെ എത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നത്, എത്തിയാൽ ഉടനെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, അത്
ഞങ്ങളിവിടെ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങുമായിരുന്നു. അതിനിടയിൽ വിളിക്കണമെന്ന് വിചാരിച്ചതാ വിക്രം, പക്ഷേ വിളിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ സുഡറിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പെട്ടെന്ന് സുഡറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. സുഡർ സിംബ എന്ന് സന്തോഷത്തോടെ വിളിക്കുന്നുണ്ട്. എന്താണ് ചെല്ലക്കുട്ടി എന്ന് വിക്രമും ചോദിക്കുകയാണ്. ഉടനെ തന്നെ സുഡർ ചോദിക്കുന്നുണ്ട്, അല്ല നീയും എൻ്റെ വേദയും തമ്മിൽ അവിടെ അടികൂടിക്കൊണ്ടിരിക്കുകയാണോ? അത് ചോദിക്കാനുണ്ടാടാ, ഞങ്ങൾ തമ്മിൽ ഏത് സമയം വഴക്ക് തന്നെയാണ്. പിന്നെ അതൊക്കെ പോട്ടെ, അത് പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, നിനക്കറിയാവുന്നതല്ലേ. പിന്നെ നീ എവിടെയൊക്കെ കണ്ടു, എന്തെല്ലാം ചുറ്റിക്കണ്ടു, എന്നോട് പറ എന്ന് വിക്രം പറയുന്നുണ്ട്. ഉടനെ സുരർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വിക്രം, സിംബ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ. പക്ഷേ സിംബ, ഇവിടുത്തെ ഭക്ഷണമൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം നല്ല എരിവുള്ള ഭക്ഷണമാണെന്ന് സുഡർ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ആണോ, അങ്ങനെയാണോ, അങ്ങനെയെങ്കിൽ ഞാൻ വിജയമ്മയോട് പറയാം നിനക്ക് ഡെയിലി പഴം കഴിക്കാൻ വേണ്ടി തരാൻ. അത് കഴിക്കുമ്പോൾ വയറിന് നല്ല സുഖമുണ്ടാവും. സിംബ, നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചുറ്റിക്കറങ്ങാം, ഇവിടെയെല്ലാം നല്ല സ്ഥലങ്ങളുണ്ടെന്ന് സുഡർ പറയുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, എനിക്കറിയാമടാ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ്, ഞങ്ങൾ ഇവിടെ ഇല്ലാതെ പറ്റത്തില്ല, അതുകൊണ്ടല്ലേ നിൻ്റെ അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാ സ്ഥലങ്ങളും പോയി കാണാം, അങ്ങനെ പോരെ എന്ന് വിക്രം ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഡർ ചോദിക്കുന്നുണ്ട്, ഏത് 3 പേരെ പറ്റിയാ സിംബ നീ പറയുന്നത്? സിംബായും ഞാനും വിജയമ്മയും കുറിച്ചാണോ പറയുന്നത്? ഇത് കേട്ടതും വിക്രമിന് ചിരി വരുന്നുണ്ട്. വിക്രമിൻ്റെ മനസ്സിൽ വേദയും വിക്രമും മോളും സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കാണുന്ന കാര്യമാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നാൽ മോള് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതേടാ, നമ്മൾ 3 പേരും പോകുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. പെട്ടെന്ന് മോള് വിജിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. ഉടനെ വിജി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി വിക്രം, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നീ വേദയെ വെറുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ അവിടെ പരാതി എത്തിയല്ലേ, പിന്നീട് എന്തൊക്കെ വേദ പറഞ്ഞു എന്ന് വിക്രം ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. നീ എപ്പോഴും അവളുമായി വഴക്കുണ്ടാക്കുന്നു എന്നാണ് എന്നോട് പരാതി പറഞ്ഞത്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, വിജി ചേച്ചിക്ക് അറിയാവുന്നതല്ലേ ആരാണ് വഴക്കുണ്ടാക്കുക എന്നത്, ഞാനാണോ? ചേച്ചിക്ക് അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിരിയോടുകൂടി വിജി പറയുന്നുണ്ട്, അതെനിക്ക് അറിയാവുന്നതല്ലേ, വഴക്കാളി നമ്മുടെ വേദ തന്നെ, പക്ഷേ അവൾ വഴക്കിട്ടാലും അത് പുറത്തു കൊടുക്കേണ്ടത് നീയല്ലേ വിക്രം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അവൾ വഴക്കടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അവളോട് ഒരുപാട് സ്നേഹവുമാണ് വിജി ചേച്ചി ഇപ്പോൾ തോന്നുന്നത്. അതെന്താടാ വിക്രം അങ്ങനെ, നിനക്ക് അവളോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടോ, എന്നിട്ടാണോ ഇത്രയും കാലം അവളെ വെറുത്തിട്ട് നീ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെല്ലാം എൻ്റെ പൊട്ടത്തരമായിരുന്നു വിജി ചേച്ചി, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ പെട്ടെന്ന് അവൾ എന്നോട് തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി, അതിൻ്റെ പുറത്താണ് ഞാൻ അവളുമായി പിണങ്ങി നടന്നത്. പക്ഷേ എൻ്റെ വേദ തനി തങ്കമാണ്, ഒരു കലർപ്പുമില്ലാത്ത സ്നേഹമാണ് അവൾക്ക്, തനി തങ്കം എന്നൊക്കെ പറയുക കേട്ടോ. ഇത് കേട്ടതും വിജിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഓഹോ, നിനക്ക് അവളോട് സ്നേഹം ഇരട്ടിക്കുകയാണല്ലോ വിക്രം. അതെ, വിജി ചേച്ചി പറഞ്ഞത് ശരി തന്നെ, എനിക്കിപ്പോൾ അവളോട് ഒരുപാട് സ്നേഹമാണ്. കേട്ടതും വിജി ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, അവളോട് ഇത്രയും മാത്രം സ്നേഹമുണ്ടായിട്ടും നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് എന്തിനാണ് അന്ന് ജയിലിൽ പോയതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും വിക്രമിന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് വിജിയോട് പറയുന്നുണ്ട്, വിജി ചേച്ചി ചോദിച്ചത് കാര്യം തന്നെയാണ്, പക്ഷേ അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് വിജയമ്മയോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, അതെന്താ വിക്രം, അത്രത്തോളം സീക്രട്ടായിട്ടുള്ള ഒരു കാര്യമാണോ അത്? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെ വിജയമ്മേ, അത്രയും വലിയൊരു കാര്യം തന്നെയാണ്, അത് എനിക്ക് ഒരിക്കലും ആരോടും തുറന്നു പറയാൻ കഴിയില്ല, അത് എൻ്റെ മരണം വരെ എന്നോടൊപ്പം ഉണ്ടായിരിക്കും, എൻ്റെ വായിൽ നിന്നും അത് ആരും അറിയില്ലെന്ന് പറയുന്നു. ഇത് കേട്ടതും വിജയയ്ക്ക് വളരെ അത്ഭുതം തോന്നുന്നുണ്ട്. വളരെ ആകാംക്ഷയോട് കൂടി വീണ്ടും വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ വേദയോട് നീ ഈ കാര്യം ഒരിക്കലും പറയില്ല അല്ലേ? എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു വിക്രം. എന്തായാലും വിധിയിനി നിങ്ങളെ കാത്ത് എന്തെല്ലാം കരുതി വച്ചിരിക്കുന്നു എന്ന് അറിയില്ല, എന്തായാലും വിധി പോലെ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതെ ചേച്ചി, വേദ എനിക്ക് വേണ്ടി ജനിച്ചവളാണ്, അവൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, വേറെ ആരും തന്നെയില്ല, എൻ്റെ മനസ്സിൽ മുഴുവനും അവളോടൊരു സ്നേഹമാണുള്ളത്, ഞാൻ അവളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു.
വിക്രം, നിങ്ങൾ ഇത്രത്തോളം വേദയെ സ്നേഹിക്കുന്നു. മനസ്സറിഞ്ഞ് ഒരു മാപ്പ് വേദയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ മാപ്പ് ചോദിക്കാഞ്ഞിട്ടാണോ ചേച്ചി? അല്ല, ഞാൻ അവളോട് പലതവണ മാപ്പ് ചോദിച്ചു. പക്ഷേ അവൾ മാപ്പ് തരില്ല. അത്രയ്ക്ക് വാശിയാണ് അവൾക്ക്. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, വിക്രം, നിനക്കറിയാമോ, അവളുടെ മനസ്സിലും നീ മാത്രമേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹം മാത്രം. അതുകൊണ്ടാണ് നീ വിട്ടുപോയിട്ടും ആ ദർശനെ അവൾ വിവാഹം കഴിക്കാതിരുന്നത്. ഇത് കേട്ടതും വളരെ അത്ഭുതത്തോടെ തന്നെ നമ്മുടെ വിക്രം വിജിയോട് ചോദിക്കുന്നുണ്ട്, അല്ല വിജയമ്മേ, ഈ കഥകളൊക്കെ നിങ്ങൾക്കറിയാമോ? ഇത് കേട്ട് വിജി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല വിക്രം, നീ എന്താ വിചാരിച്ചത്? ഞാൻ അവളുടെ ഒരു വീട്ടിലെ ഒരു വേലക്കാരി, അവിടെ മാത്രമാണെന്നോ? അല്ല, ഞാൻ അവളുടെ ഒരു കൂടപ്പിറപ്പിൻ്റെ പോലെ തന്നെയാണ്. കൂടപ്പിറപ്പ് തന്നെയാണ്. അവളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി. നിനക്ക് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. എന്താന്ന് വെച്ചാൽ അവൾ ഒരു കാര്യവും എന്നോട് ചോദിക്കാതെ ചെയ്യില്ല. അവൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾ വേദയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയാണെന്ന് പറയുന്നു, മനസ്സാക്ഷിയാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് പോലും അവളെ മാറ്റാൻ കഴിയുന്നില്ലല്ലോ ചേച്ചി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിക്രം ചോദിക്കുകയാണ്. വിക്രം, എല്ലാം ശരിയാവും. അവൾ നിങ്ങളെ ഒരിക്കൽ മനസ്സിലാക്കും. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കും. ഇത് കേട്ടതും വിക്രമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, ചേച്ചി, നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ. നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം നടക്കട്ടെ. ശരി, ഇനി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയായതും വിക്രമും വേദയും അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപന്തിയിൽ തന്നെ നമ്മുടെ വിക്രമും വേദയും ഇരിക്കുന്നുണ്ട്. എന്നാൽ നാടകത്തിൽ കുടിച്ചുകൊണ്ട് ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടിക്കുന്നതായിട്ടാണ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിക്രമിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. വിക്രം പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് അവരോടെല്ലാം നാടകം നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്. കൈ തട്ടുന്നവരോടെല്ലാം വിളിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ എന്തിനാണ് കൈ തട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ നാടകം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും കുടിയനായ ഒരു വ്യക്തി, ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടിക്കുന്നതായിട്ട് ഇവിടെ അഭിനയിച്ച് കാണിക്കുമ്പോൾ അത് നിങ്ങൾ ഇഷ്ടപ്പെടണോ? അതിനെ നിങ്ങൾ എതിർക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. എന്നാൽ വേദയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വേദ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. വിക്രം പിറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാം. എന്തായാലും എല്ലാവരും നമ്മൾ ഇരിക്കുന്നത് കാണട്ടെ. ഇനി നമ്മൾ എഴുന്നേറ്റ് പോയാൽ അവരെല്ലാവരും എന്ത് വിചാരിക്കും? നമ്മൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പോയതെന്ന് വിചാരിക്കില്ലേ? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, നമ്മുടെ അച്ഛന് വേണ്ടി, അച്ഛൻ്റെ ആഗ്രഹമല്ലേ ഇതെല്ലാം എന്ന് പറയുന്നു. എന്നാൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് വേദ. നീ എന്ത് വിചാരിച്ചു? എന്തിനാണ് ആ സ്റ്റേജിൽ കയറി പ്രശ്നമുണ്ടാക്കിയത്? അപ്പോൾ കുടിയനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുടിച്ചു വന്ന് തല്ലുന്നത് ശരിയല്ല. എങ്കിൽ കൂടി അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അതിനെ മാപ്പ് ചോദിച്ചിരിക്കും. അത്രമാത്രമേ അവർ തമ്മിൽ പ്രശ്നമുണ്ടായിരിക്കൂ. എന്നാൽ നീ അങ്ങനെയാണോ? നീ എന്നെ വഞ്ചിച്ചില്ലേ? നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എത്രമാത്രം വിശ്വസിച്ചിരുന്നു. എന്നിട്ടും നീ എന്നെ ചതിക്കുകയല്ലേ ചെയ്തത്. അത്രത്തോളം ചതി ആരോടും, ഒരു ഭാര്യയോടും ഒരു പുരുഷനും ചെയ്യില്ല. വേദയുടെ വാക്കുകൾ കേട്ട് വിക്രമിൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിക്രമിനെ വിളിച്ചു പറയണമെന്നുണ്ട് ഈ ലോകത്തോടും വേദയോടും. പക്ഷേ വിക്രമിന് അത് സാധിക്കുന്നില്ല. വിക്രമിൻ്റെ മനസ്സ് കിടന്ന് ഉരുകുന്നുണ്ട്. എന്നാൽ വേദ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുകയല്ലാതെ വേറൊരു മാർഗവും വിക്രമിനുണ്ടായിരുന്നില്ല.